ഹലോ, എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നൊരു കിഡിലെ എഗ് റോളാണ്. അതിനായിട്ട് ആദ്യം നമുക്ക് ചപ്പാത്തിയുടെ മാവ് കുഴയ്ക്കണം. ആദ്യം ചപ്പാത്തിക്ക് സാധാ മാവ് കുഴയ്ക്കുന്ന പോലെ വെള്ളമൊക്കെ ചേർത്ത് അങ്ങനെ സാധാ മാവ് കുഴയ്ക്കത്തില്ലേ, അങ്ങനെ തന്നെയാണ്, വേറെ മാറ്റമൊന്നുമില്ല. അപ്പം നമ്മളൊരു 3-4 ചപ്പാത്തിക്കുള്ളൊരു മാവാണ് കുഴയ്ക്കുന്നത്. അപ്പോൾ അമ്മയാണ് ചപ്പാത്തിയൊക്കെ മാവ് കുഴയ്ക്കുന്നത്. എൻ്റെ കയ്യിൽ തന്നാൽ ഞാൻ കുളമാക്കും. അങ്ങനെ നന്നായിട്ട് മാവൊക്കെ കുഴച്ച് സെറ്റാക്കി റെഡിയാക്കി എടുക്കുകയാണ്. നമ്മൾക്ക് കുറച്ച് നേരം അത് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കും, ചപ്പാത്തി ഉണ്ടാക്കുന്ന പരുവം. ഇനി അടുത്തായിട്ട് നമുക്ക് ഇതിന് എഗ് റോളിനകത്തേക്കുള്ള ഫില്ലിങ് തയ്യാറാക്കണം. അതിനായിട്ട് ആദ്യം സവാള, നൈസായിട്ട് അരിഞ്ഞ സവാള, അത് കഴിഞ്ഞ് പിന്നെ നൈസായിട്ട് അരിഞ്ഞ ക്യാരറ്റ്, പിന്നെ വേണ്ടത് നമുക്ക് നല്ല വെജിറ്റബിൾസ് എല്ലാം നല്ല ഹെൽത്തി വെജിറ്റബിൾസൊക്കെ നമുക്കിതിൽ ചേർക്കാം. പിന്നെ വേണ്ട നമുക്ക് കുക്കുംബർ, എല്ലാം നൈസായിട്ട് അരിഞ്ഞതാണ് കേട്ടോ. പിന്നെ ക്യാപ്സിക്കം, പിന്നെ ലാസ്റ്റ് കുഞ്ഞായിട്ട് അരിഞ്ഞ പച്ചമുളക്, ഇതെല്ലാം ചേർത്ത്, പിന്നെ ഉപ്പ്, പിന്നെ നമുക്ക് വേണ്ട കുരുമുളക് പൊടി, ഉപ്പൊക്കെ ആവശ്യത്തിന് നമുക്ക് കുരുമുളക് പൊടി. ഇതെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്യാം. അതിന് മുമ്പ് ഒരു നാരങ്ങ നീരും കൂടി ഉണ്ട്. നാരങ്ങ നീരും കൂടി അതിൽ ജസ്റ്റ് ഒന്ന് പിഴിഞ്ഞ് വീഴ്ത്തി നന്നായിട്ട് ഇനിയൊന്ന് മിക്സ് ചെയ്തെടുക്കണം. നന്നായിട്ട് മിക്സ് ചെയ്ത് ഒരു ഫില്ലിങ് അകത്ത് വയ്ക്കാനുള്ള ഫില്ലിങ് തയ്യാറാക്കാം. നമ്മൾ ചപ്പാത്തിക്ക് അകത്ത് വയ്ക്കാനുള്ളൊരു ഫില്ലിങ് തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഫസ്റ്റ് ഇത്. അപ്പോൾ ഇത് നല്ല ഹെൽത്തി ആയിട്ടുള്ളതല്ലേ. പിന്നെ ജസ്റ്റ് ഒന്ന് അടച്ച് വയ്ക്കുക, കുറച്ച് നേരം ഇത് അടച്ച് വയ്ക്കുക. ഇനി നമ്മുടെ എഗ് റോളിൻ്റെ നട്ടെല്ലായ എഗ്ഗ് തന്നെയാണ്. 4 മുട്ടയാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. അത് ഓരോന്നായിട്ട് നമുക്ക് പൊട്ടിച്ച് വീഴ്ത്തി നമുക്ക് ഇതും അതിൻ്റെ അകത്ത് വെക്കേണ്ട ഫില്ലിങ്ങാണ് നമ്മുടെ എഗ് റോൾ. നമ്മൾ എഗ് റോളിൻ്റെ അകത്ത് വെക്കേണ്ട, എഗ് റോളെന്ന് പറയുമ്പോൾ മെയിനായിട്ട് എഗ്ഗാണല്ലോ. അപ്പോൾ അത് ഒരു 4 മുട്ട പൊട്ടിച്ച് വീഴ്ത്തി നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്യാം. അതിന് മുമ്പേ ഉപ്പിടണം. ഉപ്പിട്ട് ആവശ്യത്തിനുള്ള ഉപ്പിടുക. അത് കഴിഞ്ഞ് നമുക്ക് 1 സ്പൂൺ അളവിൽ പാലും കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യുക. നന്നായിട്ട് നല്ല രീതിക്ക് മിക്സ് ചെയ്യാം. നമുക്കൊരു മുട്ട നമ്മൾ വറുക്കുന്ന പോലെ ഉണ്ടല്ലോ, അതുപോലെ ആക്കി നന്നായിട്ട് മിക്സ് ചെയ്യുക. ജസ്റ്റ് നമുക്ക് നല്ലൊരു രീതിക്ക് മുട്ട ആയി എടുക്കാനാണ് പാലും കൂടി ചേർക്കുന്നത്. നല്ല ടേസ്റ്റാണ്. അപ്പോൾ അതിന് ശേഷം ഒരു പാനിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുക. വെളിച്ചെണ്ണ ഒഴിച്ച് നമുക്ക് ജസ്റ്റ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അങ്ങോട്ടും ഇങ്ങോട്ടും ആക്കി സ്പ്രെഡൊക്കെ ചെയ്ത് അതിലേക്ക് നമുക്കിനി മുട്ട നമ്മൾ അടിച്ച് വച്ചേക്കുന്ന മുട്ട ചെറുതായിട്ടൊന്ന് വളരെ കുറച്ച് നമ്മൾ ചപ്പാത്തിയുടെ വലിപ്പം അനുസരിച്ച് മുട്ട നമ്മൾ അത് കണക്കാക്കി ഒഴിച്ചാൽ മതി. വലിയ ചപ്പാത്തി ആണെങ്കിൽ വലിയ രീതിക്ക് ഒഴിക്കാം, നമുക്ക് വേണ്ട വലിപ്പത്തിൽ. അതിനുശേഷം നമുക്ക് അതിൻ്റെ മുകളിലേക്ക് ചപ്പാത്തി, നമ്മൾ ഉണ്ടാക്കി വെച്ച ചപ്പാത്തി അതിൻ്റെ മുകളിലേക്ക് വെച്ച് കൊടുക്കണം. എന്നിട്ട് ഒരു സൈഡ് നമുക്ക് മുട്ട വെന്ത് വരുമ്പോൾ നമ്മളത് ജസ്റ്റ് ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുക. തിരിച്ചിട്ട് കൊടുത്തിട്ട് ജസ്റ്റ് നമുക്ക് ടൊമാറ്റോ സോസ്, ആവശ്യമെങ്കിൽ മയണൈസൊക്കെ ചേർക്കാം. നമ്മൾ മയണൈസ് ചേർത്തിട്ടില്ല, വേണമെങ്കിൽ ചേർക്കാം. അത് കഴിഞ്ഞ് നമ്മുടെ ആ ഫില്ലിങ് ഉണ്ടല്ലോ, നമ്മൾ തയ്യാറാക്കി വെച്ചിരുന്ന വെജിറ്റബിൾസിൻ്റെ ഫില്ലിങ്, അത് നമുക്ക് അതിലേക്ക് വെച്ച് കൊടുക്കാം. ജസ്റ്റ് ഒന്ന് എല്ലാം സെറ്റാക്കി നന്നായിട്ട് വയ്ക്കുക. അത് കഴിഞ്ഞ് അത് നന്നായിട്ട് റോൾ ചെയ്തെടുക്കുക. നല്ല മടക്കി നന്നായിട്ട് റോൾ ചെയ്ത് എടുക്കുക. ശേഷം നമ്മളിപ്പോൾ ഒരു 3 തയ്യാറാക്കിയത് നമ്മുടെ മാവനുസരിച്ച് എടുത്തിട്ടുണ്ട്. അത് കൂടുതൽ ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ തൽക്കാലത്തേക്ക് ഇത്രയും ഉണ്ടാക്കിയിട്ടുള്ളൂ. അപ്പോൾ ബാക്കി വരുന്ന ചപ്പാത്തിയെ കൊണ്ട് ഇനി ഈസി ആയിട്ട് നമുക്ക് വീട്ടിൽ തന്നെ ഒരു എഗ് റോൾ തയ്യാറാക്കാം. നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു സ്നാക്കാണ്. നമുക്ക് ഇപ്പോൾ വെക്കേഷൻ ടൈമൊക്കെ അല്ലേ, കുട്ടികൾക്ക് ഇപ്പോൾ വെജിറ്റബിൾസൊക്കെ കഴിക്കാൻ പാടായിട്ടുള്ള കുട്ടികളൊക്കെ ആണെങ്കിൽ ഇതുപോലത്തെ സ്നാക്സൊക്കെ ഉണ്ടാക്കി കൊടുത്താൽ ഒരുവിധം വെജിറ്റബിൾസ് എല്ലാവർക്കും കഴിക്കാനും കൂടെ പറ്റും. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.